അയ്യോ ആകെ പ്രശ്നമേടാ. ഈ അച്ഛൻ ആകെ മാറിയല്ല. അമ്മ ഈ രാഘവൻ വന്നാണെന്ന് പറഞ്ഞ ഉള്ള തന്നെ. അങ്ങനെ തീർത്ത് പറയാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഈ നിഗൂഢതകൾക്കുള്ളിൽ നിഗൂഢതയാണല്ലോ ലോകം, ഐ മീൻ പ്രപഞ്ചം. ഇത് ഉപബോധ മനസ്സിന്റെ തോന്നലാണെന്ന് ഞാൻ നിങ്ങളെ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്കി. അപ്പണ്ടല്ല ഒരുമാതിരി ചിരി, ഒരുമാതിരി വൃത്തികെട്ട നോട്ടും. ഓട്ടോ ഓടി അപ്പൊ തന്നെ. ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്താൻ പറ്റുള്ളല്ലോ. ഇതിപ്പോ എങ്ങനെ ഒന്ന് വീണത്? അതിപ്പോ വീഴാൻ പ്രേരിതമായ വസ്തു നേരിയ കാറ്റിന്റെയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ സമ്മർദ്ദത്തിന്റെ പ്രേരണ മൂലം വീണു. എന്നിട്ട് അവിടെ കിടന്ന് നിലവിളിച്ചപ്പോ അതൊന്നും കേട്ടില്ലല്ലോ. അത് പോടി വിടുന്നു. എന്തെല്ലാം കൂടെ ഒരു നിലവിളി. അച്ഛാ പെട്ടെന്ന് കമ്പ് താനെ വീണച്ച. താനേ വീണ? ഇത് താനേ വീണെന്നല്ല, പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ പോയി. അതെ ഇതായി നിൽക്കണ്ട. ഓരോരോ അതെ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് പഠിക്കും. ലച്ചുവിൻ്റെ റൂമിൽ എല്ലാവരും കൂടി ഇത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ റൂമിൽ ഒറ്റയ്ക്കൊന്ന് കറങ്ങി നടക്കരുത്. പേടിക്കണ്ട, സൂക്ഷിക്കണം. ഓക്കെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ഒരുമിച്ച് നിൽക്ക്. ഞാൻ ഉണ്ടല്ലോ കൂടെ, നടക്ക്. നിനക്ക് ഇച്ചിരി പ്രശ്നമാണ്. അയ്യോ എന്താ ചിരിക്കണം എന്തിന്? സീരിയസ്. അയ്യോ നിക്കടാ, ഒരുമിച്ച് കിടക്കണം. പേടിക്കണ്ട, ഞാൻ കൂടെ. ഇത് തനിയെ വീഴുന്നതൊന്നും അല്ല, പിന്നെ ഇനി വീഴാൻ കിടക്കണേ ഉള്ളൂ. ആണോ? വച്ചൊരുക്കം നടത്താത്തോണ്ട് ദേഷ്യപ്പെട്ടിരിക്കണ രാഘവമാമൻ. വെച്ചൊരുക്കാൻ സദ്യ ഉണ്ടാക്കണ്ടേ? സദ്യ ഒന്നും വേണ്ട. ഇത് തുമ്പലിട്ടിട്ട് കുറച്ച് ചോറും ഇറച്ചിക്കറിയും. നാടൻ കറി തന്നെ വേണം. പിന്നെ മദ്യോ? അതിന് രാഘവമാമൻ മദ്യപിക്കില്ലല്ലോ, ഒന്നും മുറുക്കും, അത്രയല്ലേ ഉള്ളൂ. പിന്നെ വെജിറ്റേറിയനും ആണ്. അതാണ് നിനക്ക് അറിയണമെന്ന് പറഞ്ഞാൽ. ഇത് അധികം അറിഞ്ഞൂടാ. മാമൻ ഈ ഭദ്രകാളി സേവ ഉള്ളതുകൊണ്ട് ഈ ഉറഞ്ഞ തുള്ളുമ്പത്തി ശൗചം കൂടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മദ്യം കഴിയും. അപ്പോൾ ഈ നമ്മൾ 7:30 കണ്ട, നമുക്ക് എഴുത്തുന്ന 7:30 കണ്ടല്ലേ സ്ഥലം, അവിടെ ഒരു ചായപ്പുണ്ട്. അവിടെ ഇരുന്നാണ് മാമൻ കഴിക്കണത്. എന്നെ ബാലുവേ നീട്ടി വിളിക്കുമ്പോൾ ഞാൻ ഒരു നാടൻ കോഴിയും മദ്യവരെ അവിടെ ചെല്ലും. മാമൻ തന്നെ കോഴിക്കറി വയ്ക്കും. വച്ചിട്ട് ഈ കോഴിക്കറിയും ഒരു ഫുള്ള് മാമൻ ഒറ്റയ്ക്ക് അകത്താക്കും. അനങ്ങൂല്ലല്ലോ. അപ്പൊ ഇനി നമ്മളെന്ത് ചെയ്യപ്പോ? നമ്മളിപ്പോൾ സാധനം വാങ്ങിക്കണം, കോഴി വാങ്ങിക്കണം. ദേഹം മൊത്തം ഭയങ്കര വേന, ഇടിച്ച് പിഴിഞ്ഞാൽ വേന, ഭയങ്കര വേന. ഇറങ്ങി പോകുമ്പോഴാണ് പ്രശ്നം. നമ്മൾ വാങ്ങണം, സാധനം വാങ്ങണം. എത്ര രൂപയാവും? ഒരു 3000 രൂപ ആവും. 3000 രൂപ എന്തിനാ? ഈ മാമ ഈ വല്ലപ്പോഴേക്കല്ലേ കഴിക്കണം, ആപ്പൊന്നും കഴിക്കൂല. അന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു കുപ്പിക്ക് ഒന്നൊരു 1000 രൂപയാണ്. ഇപ്പൊ 2000 രൂപ ആയിക്കാണ്. 2000 രൂപ? പിന്നെ ഇപ്പൊ ഈ 1000 എന്തിനാ? അല്ല, അത് നമുക്ക് ഇത് നാടൻ കോഴി വാങ്ങിക്കണ്ടേ. ഇപ്പം നല്ല വിലയല്ലേ, നല്ല പൂവിനൊക്കെ നല്ല വില കൊടുക്കണം. ഒരു ചെറിയ ഉപ്പ് അടിച്ചാലും പോരെ, ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാൽ മതിയല്ലോ. ഇപ്പൊ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാൽ മതി, പക്ഷെ ഫുൾ അടുത്ത് വേണം. ആത്മാവിന് തൃപ്തി ആവണമെങ്കിൽ ആ സാധനം, വലിയ സാധനത്തിന് അടുത്ത് വേണം. നിറവുള്ള മനുഷ്യനെന്താ, കണ്ട് വളർന്നതല്ലേ, നിറവുള്ള മനുഷ്യനല്ലേ. അതുകൊണ്ട് നമുക്ക് ചെറിയ ഉപ്പി വാങ്ങിച്ച് വെക്കണ്ട. സാധനം വെച്ചേക്കണം, ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ചു വെച്ചിരുന്നാൽ. ഈ ഗ്ലാസ്സിൽ ഇപ്പോൾ ഒഴിച്ചു വെക്കണുണ്ടല്ലോ, നമ്മളിങ്ങനെ ഒഴിച്ചു വെക്കൂലേ, അപ്പോൾ അതെന്ത് ചെയ്യും? എന്നിട്ട് അതിപ്പോൾ എന്ത് ചെയ്യാൻ, എടുത്ത് കളയാളെ. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ എടുത്ത് കുടിക്കാം. വേണ്ട വേണ്ട, അല്ല അത് കുഴപ്പമില്ലെന്നേ. ആത്മാവ് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും കാണൂല. എല്ലാം ഇതൊക്കെ ഊറ്റിയെടുക്കും. എൻ്റെ സാധനങ്ങളൊക്കെ സത്തൊക്കെ ഊറ്റിയെടുക്കും. പിന്നെ വെറും വെള്ളം മാത്രം, അത് ആർക്കും കുടിക്കാം. പിന്നെ പാറുവിനോട് ആത്മാവ് കുടിച്ചത് പിള്ളേർക്ക്, പിള്ളേർ കൊടുത്തുകൂടാ. ആണോ? അപ്പോൾ പിന്നെ മറ്റേ ആ കുപ്പിലിരിക്കണതോ? അതിപ്പോൾ എടുത്ത് കളയാം, പാസിക്ക് കൊടുക്കാം. കുടിച്ച് ചാവിട്ട് പുല്ലി. അല്ല നമുക്ക് കുറച്ച് കറി കൂടി, ചിക്കൻ കറി കൂടെ കൊടുക്കാം. അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് ഞാൻ കഴിക്കില്ല, മദ്യം കഴിച്ച് നിർത്തിയല്ലേ. ഈ സാധനമില്ലേ നമ്മളെ ഈ ഗ്ലാസ് കഴിക്കണ തന്നെ കുടിച്ച കുഴപ്പമില്ല. അത് ഉച്ചിഷ്ടമല്ലേ, അത് മാമൻ്റെ ഉച്ചിഷ്ടം എനിക്ക് കഴിക്കാം. ഡയറക്റ്റ് എന്തോ അല്ലേ, അതെനിക്ക് കഴിക്കാൻ പറ്റും. അവൻ ബാസിക്ക് കൂടി അത് ഫുൾ എടുത്തോട്ടെ. ഞാൻ ഇത് കുടിക്കാം, വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കളയാം. പൈസ എടുക്കില്ല. പൈസ എടുക്കാം, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാനിപ്പോൾ വരാം. കുറച്ച് പണിയുണ്ട്, ഞാനിപ്പോൾ വരാം. ഞാനിപ്പോൾ വരാം. ബാസി എടേ, നീ ജംഗ്ഷനിൽ നിന്നാ, നീ ജംഗ്ഷൻ നിന്നാൽ മതി. ഞാൻ സാധനം വാങ്ങിച്ചിട്ട് നേരെ അല്ല അങ്ങോട്ട് വരില്ല, നേരെ ഞാൻ ഇവിടെ വീട്ടിൽ വരും. 4 മണിക്ക് ഞാൻ നിൻ്റെ വീട്ടിൽ വരും. ഓക്കെ? ശരിടാ. ഓ അതിൽ നിന്ന് ഞാൻ ഒരു ക്ലാസ് എടുക്കും, അതൊരു കാര്യത്തിന്. ഓ കുറച്ച് ദിവസം ആയടാ അടിച്ച് പൊളിച്ചിട്ട്. ശരിടാ. ഓക്കെ അച്ഛോ, അച്ഛൻ മറ്റേ ഇത് ഒരുക്കാൻ പോണെന്ന് പറയുന്നത്? ഒരുക്കണം മക്കളെ. അല്ല, അപ്പോ ഈ ചിക്കനൊക്കെ മേടിക്കണം. കോഴി വേണം. മദ്യം നിർബന്ധമാണോ? അത് ആത്മാവ് കേഴയല്ലേ.
കായ കരയല്ലേ അങ്ങനെ ഇത് വെച്ച് ശീലിപ്പിച്ചൂടാ. പക്ഷെ മാമൻ ആത്മാവ് ചോദിച്ചില്ലടാ, അപ്പം കൊടുക്കണം. അല്ലെങ്കിൽ പാവല്ലേ, കഷ്ടമല്ലേ. എന്റെ ദൈവം എത്ര പൈസയുടെ എടി നമുക്ക് 2.5 മണിക്ക് മുമ്പേ വച്ചൊരുക്കണ്ടേ. കാരണം പറഞ്ഞാൽ നാടൻ ചിക്കനാണ് വാങ്ങണത്, അത് വേവാൻ കുറെ സമയം എടുക്കും. പിന്നെ സൂര്യ അസ്തമനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ആത്മാവിന് ഇരട്ടി ശക്തിയാണ്. പിന്നെ 2-3 ഫുള്ള് വാങ്ങേണ്ടി വരും. ഇനിയൊന്നും വേണ്ട ബാലു. അതെന്ത് വെച്ചെടുക്കണ്ടാന്ന് വെറുതെ എന്നെ കൊതിപ്പിച്ചിട്ട്? ആരെ കൊതിപ്പിച്ചിട്ട്? രാമാവിന്റെ ആത്മാവിനെ കൊതിപ്പിച്ചിട്ട്. അതിന് പരിഹാരമായി. ഞാനേ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ഏറ്റിങ്ങിന്റെ അമ്മയെ. അപ്പൊ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര വിഷമം, ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അമ്മ അപ്പൊ തന്നെ നല്ല സദ്യയൊക്കെ ഒരുക്കി ഇപ്പൊ വെച്ചൊരുക്കി നടത്തിയിട്ടുണ്ടാവും. നമുക്കിനി കുഴപ്പമില്ലല്ലോ, നമുക്ക് ഒന്നും വരാനും പോകില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോട്ടെ, എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്, പോരാ. എന്തുപറ്റി? അമ്മ ദേ രാഘവമാമ പിന്നെ വന്ന്. ശരി അമ്മ, ശരി, അങ്ങനെ ചെയ്യാന്നാ. ബാലു ബാലു, അമ്മ പറയാണ് ഇത് രാഘവമാമന്റെ ആത്മാവായിരിക്കില്ല, വേറെ ഏതെങ്കിലും വൃത്തിയിട്ടവന്റെ ആത്മാവായിരിക്കും. ഇതേ രാഘവമാമൻ ചിക്കൻ കഴിക്കില്ല, മദ്യം കഴിക്കില്ല. കഴിക്കില്ല. അപ്പൊ ഈ ആത്മാവിനെ എങ്ങനെയെങ്കിലും തല്ലി ഓടിക്കാൻ പറഞ്ഞു. എന്താ ചെയ്യണ്ടേ? അമ്മ ഇത് കോഴി കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ്. എനിക്കൊന്നും കേൾക്കണ്ട. തരാളത എന്തിന് വിളമ്പം, എന്തിന് കാലതാമസം, തരാളത. എന്നാ ഇറങ്ങി പോടാ വൃത്തിയായിട്ട് ശരീരത്തിൽ പോയാ? നിങ്ങളുടെ വടക്കൻ ഭാഷ തുടങ്ങിയില്ലേ, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അസുഖം എന്താന്നുള്ളത്. ബാസേണ്ണ ദേ ബാലുവിന്റെ ശരീരത്തിലുള്ള ആത്മാവിനെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അണ്ണൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അണ്ണന്റെ ശരീരത്തിലുള്ള ആത്മാവിനെ ഞാൻ ഓടിച്ചു തരാം. മിണ്ടി പോരുത്. ഞാൻ അമ്മയെന്ന് വിളിക്കാൻ പോയില്ല. എനിക്കറിയില്ല എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഈ അടവൊക്കെ.